എല്ലാ വിഭാഗം ജനങ്ങൾക്കും പ്രചോദനമാകുന്നതാണ് പ്രധാനമന്ത്രിയുടെ സ്വാതന്ത്ര്യദിന സന്ദേശമെന്ന് നാരീശക്തി പുരസ്കാര ജേതാവും സാമൂഹ്യ പ്രവർത്തകയുമായ ഡോക്ടർ എം.എസ്. സുനിൽ പറഞ്ഞു. സ്വന്തം നിലയിൽ മുന്നോട്ടു പോകാനുള്ള രാജ്യത്തിന്റെ കഴിവ് ലോകത്തോട് വ്യക്തമാക്കുന്നതായിരുന്നു പ്രധാനമന്ത്രിയുടെ സന്ദേശമെന്നും ഡോക്ടർ എം.എസ്. സുനിൽ അഭിപ്രായപ്പെട്ടു. ഓപ്പറേഷൻ സിന്ദൂരി ഓർമ്മിപ്പിച്ചുകൊണ്ട് എല്ലാ ജവാന്മാർക്കും അദ്ദേഹം എല്ലാ നന്മകളും നേർന്നുകൊണ്ടുള്ള തുടക്കം തന്നെ ഏറെ ഗംഭീരമായിരുന്നു. ആദിവാസി സമൂഹത്തിലുള്ള സ്ത്രീകൾക്കും അല്ലെങ്കിൽ ആദിവാസി സമൂഹത്തിനും യുവാക്കൾക്കും സ്ത്രീകൾക്കും കർഷകർക്കും എന്ന് വേണ്ട എല്ലാ ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള എല്ലാ വിഭാഗം ജനങ്ങളെയും ഉന്നമനത്തെ ഊന്നിക്കൊണ്ടുള്ള ഒരു പ്രസംഗമാണ് അദ്ദേഹം കാഴ്ചവെച്ചത്. 3 കോടി സ്ത്രീകൾ സ്വന്തമായിട്ട് തൊഴിൽ ചെയ്ത് അവരുടെ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പിൽ കൂടെ എക്കണോമിക് എൻപവർമെൻറ്റ് നേടിയിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടിയുള്ള വിവിധ പദ്ധതികൾ നടപ്പിലാക്കിക്കൊണ്ട് സ്ത്രീകളെയും യുവാക്കളെയും ഒക്കെ അദ്ദേഹം നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടി ആഹ്വാനം ചെയ്തുകൊണ്ടുള്ള ഒരു പ്രസംഗമാണ് ഇന്ന് ഇന്ത്യക്ക് കാഴ്ചവെച്ചത്. നമ്മുടെ സാധാരണ ഉൽപ്പന്നങ്ങൾക്ക് GST കുറച്ചുകൊണ്ട് വന്ന ആ ഒരു അറിയിപ്പ് തന്നെ നമുക്ക് സാധാരണ ജനങ്ങൾക്കുള്ള ഒരു സന്തോഷമായിട്ടാണ് അതിനെ കരുതുന്നത്. അതുപോലെ ഇൻകം ടാക്സ് ആണെങ്കിലും അതിനും ഒരു ലിമിറ്റ് 12 ലക്ഷം എന്നുണ്ടെന്നതും അതും ഒരു ഇടത്തരക്കാരായിട്ടുള്ള വരുമാനക്കാർക്ക് ആശ്വാസം പകരുന്ന ഒരു നിർദ്ദേശം അല്ലെങ്കിൽ ഒരു കാര്യമാണ് അദ്ദേഹം ഇന്ന് അവിടെ അറിയിക്കുകയുണ്ടായത്.